to see NCF and KCF on teaching of English. So first of all, see what is NCF is, and then KCF, and then how is it important in teaching English. So first of all, NCF. NCF means National Curriculum Framework. So what is a curriculum? A curriculum framework എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളെങ്ങനെയാണോ ഒരു കൺട്രിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സും അതുപോലെ ഒരു നമുക്ക് ഇപ്പം നമ്മുടെ ചാലഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് എന്തെല്ലാം വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, so that is a curriculum framework is an organized plan or set of standards or learning outcomes that defines the content to be learned in terms of clear definable standards of what the student should know and be able to do. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യം വരുന്നുണ്ട്, ഇതിനെല്ലാം കൂടി ഒരു ഫ്രെയിം വർക്ക്. എങ്ങനെയാണ് ഇത് വർക്ക് ഔട്ട് ചെയ്യേണ്ടത്, മീൻസ് എഡ്യൂക്കേഷണൽ ഫീൽഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. സോ ദിസ് പെർട്ടിക്കുലർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് പബ്ലിഷ്ഡ് ബൈ NCERT. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് NCERT ഉണ്ട്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് എന്താ പറയുക, നമ്മുടെ എഡ്യൂക്കേഷണൽ റിസർച്ച് ടീച്ചിങ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നമുക്ക് ഉള്ള ഓർഗനൈസേഷനാണ് NCERT എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അവർ പല വട്ടമായിട്ട് പല രീതിയിലായിട്ട് നമ്മൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് NCF എന്നുള്ളത്. അതിൻ്റെ ബേസിസ് കൊണ്ടാണ് വി മേക്ക് അവർ ഓൾ ദീസ് സ്റ്റേറ്റ്സ് ദേ ഡെവലപ്പ് ദെയർ ഓൺ സിലബസ്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പം സെൻട്രൽ രീതിയിൽ വരുന്ന CBSE പോലെയുള്ള ബോർഡുകളൊക്കെ അവരൊക്കെ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്, അതുപോലെ കോൺസെപ്റ്റ്സ്, അതുപോലെയുള്ള എന്താണ് അതിൻ്റെ ഒരു വിഷൻ എന്നുള്ളതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ആണ് സിലബസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദർ ആർ ഫോർ NCEFs, ദാറ്റ് ഈസ് in 1975, in 1988, in 2000, in 2005. അപ്പോൾ ബേസിക്കലി 4 NCFകളാണുള്ളത്. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് NCF 2005 ആണ്. അതിനുശേഷം വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, കാരണം ഇപ്പോൾ നമ്മൾ 2020 നമ്മൾ കണ്ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാറിയിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ചേഞ്ച് ഓൾ ദ സെറ്റപ്പ്, ഓൾ ദ സ്റ്റേജസ് ഇൻ സ്കൂൾസ്, ഓൾ ദ subjects. We are including many new subjects. We are defining the educational objectives, goals. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അധികം താമസിയാതെ. മീൻസ് all these principles, all these ideals will be included in this particular national curriculum framework. അതിനെ ബേസ് ചെയ്തുകൊണ്ട് സിലബസുകളൊക്കെ നമ്മൾ മാറ്റം വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 1975, 1988, 2000, 2005 ഇങ്ങനെ 4 ഇയേഴ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2005 ഓക്കെ, ദിസ് പെർട്ടിക്കുലർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ദാറ്റ് ഈസ് NCF, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഗൈഡ് ലൈൻസ് ഫോർ syllabi, textbooks and teaching practices in India, and it brings educational reforms. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ തിയറിസ്റ്റുകൾ, അതുപോലെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ആളുകൾ എങ്ങനെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി റിഫോംസിന് വേണ്ടിയാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് പോളിസീസ് ആർ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഗവൺമെൻറ് റിപ്പോർട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ, ലൈക്ക് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ഒക്കെ നമ്മുടെ ഒരു എന്താ പറയുക നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള കമ്മീഷൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ആ ഒരു രീതിയിൽ ആ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ പോളിസീസ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ദിസ് പെർട്ടിക്കുലർ ദർ ആർ ലോട്ട്സ് ഓഫ് നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ കമ്മീഷൻസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കമ്മീഷൻസ് കൊണ്ടുവന്നിട്ടുള്ള, അപ്പോൾ കൊത്താരി കമ്മീഷൻ, അതുപോലെ
രാധാകൃഷ്ണ കമ്മീഷൻ, അതുപോലെ മുതലിയാർ കമ്മീഷൻ, ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറേയധികം ഐഡിയൽസ്, കുറേയധികം സ്റ്റഡീസ്, കുറേയധികം പോയിന്റ്സ് അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ കൊണ്ടൊക്കെ നമുക്ക് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട്. 1986 പിന്നെ അതിൻ്റെ റിവിഷൻ 1992 ഒക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ 1988 ഫസ്റ്റ് വന്നതും പിന്നെ 2000 പിന്നെ 2005 വന്നിട്ടുള്ളതും. അപ്പോൾ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് എ ന്യൂ NCF because we have a new national policy of education. Okay. അപ്പോൾ അതുകൊണ്ട് തന്നെ we can expect a new one, but this particular national curriculum framework which we are going to discuss, that is 2005, is basically based on all these national policy of education. Now there are many focus group discussions, which means that how this particular thing should be encoded, the guidelines included, ഈ വക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകും. 21 such national focus group position papers was published based on this particular NCF 2005. Okay, and this particular national curriculum framework 2005 is translated to 22 languages. നമുക്കറിയാം ഇന്ത്യയിൽ 22 ലാംഗ്വേജസ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 22 ലാംഗ്വേജസിലേക്കും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിലേക്കും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് is translated, and then it has influenced 17 state syllabi, and then this particular curriculum framework was supported by state councils for educational research and training, SCERT. ഇപ്പോൾ NCERT നാഷണൽ കൗൺസിൽസ് ഫോർ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ അത് നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, സ്റ്റേറ്റ് ലെവലിലെ SCERT അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൾസോ സപ്പോർട്ട്, ആൻഡ് ദെൻ they help to implement all these policies, all these guidelines, follow these guidelines in developing textbooks, in giving training to the teachers, in adapting the methodology, pedagogy, everything. Okay, അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. NCERT provides a grant of rupees 10 lakh to state to promote NCF. 10 lakh rupees ആണ് ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ we have NCF 2005. Okay, NCF 2005, that is there are this particular national curriculum framework 2005 ഡിവൈഡഡ്, അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കരിക്കുലത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൈമറി സ്റ്റേജ്, അപ്പർ പ്രൈമറി സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ഹയർ സെക്കൻഡറി സ്റ്റേജ്, ഇങ്ങനെ ഒരു ഡിവിഷനാണ് നടത്തിയിട്ടുള്ളത്. NCF എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡിനെ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി അങ്ങനെ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ മെയിൻ എയിം ഈസ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ വിച്ച് they adopted from all these national policy of education. അതിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് 1992 വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയലാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ദറ്റ് ഈസ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ദ ലേണിംഗ് മെയിൻ എയിം ഈസ് ടു ഡെവലപ്പ് ദ ഗൈഡ്ലൈൻസ്. ദീസ് ഓൾ ആർ ഗൈഡ്ലൈൻസ്. ഓക്കെ, ലേണേഴ്സ് സെൽഫ് റിലയൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഹൗ ടു കണക്ട് the educational system to the out of the classroom. ക്ലാസ്റൂമിൻ്റെ പുറത്തേക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാം. ലേണേഴ്സ് സെൽഫ് റിലയൻസ്, സോഷ്യൽ റിലേഷൻഷിപ്പ്, all these kinds of things are given importance in this particular national curriculum framework 2005. Now another important thing is that this particular framework, that is NCF 2005, gave importance to child-centered learning. Child-centered teaching and learning means that importance is given to the child, and then it is to take learning experience or teaching experience and learning experience beyond textbook. Okay, now we have the another aim is universal enrollment. That means that all the children in India should get into the school, should be admitted to the school, and then they should be retained up to the age of 14. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗൈഡ്ലൈനാണ്. ദെൻ another aim or another important attraction or guideline that it
put forwarded is to strengthen our national identity by including the values of democracy, unity, all these kind of things, so that our younger generation should know about their national identity, to stand for unity, oneness, etc. After going through this educational system. അങ്ങനെയാണ്. Then equality, quality, quantity are the three elusive triangle for Indian education. എങ്ങനെയാണ്? മൂന്ന് കാര്യങ്ങളാണ് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് equality, quality and quantity are the elusive triangle for Indian education. And then another important guideline is that there should be a standard curriculum, and this standard curriculum should be available to all the children in this country, that is irrespective of caste, creed, religion and sex. There is no bias, there is no discrimination. The curriculum, a standard curriculum should be available to all these children, because as we know that in India there are lots of gap between have and have nots. So government is very much interested to provide equal, to bring equality, to reduce discrimination. Government tries to give standard curriculum to all the children in this country. That is another guideline that is included in this particular NCF 2005. And then the important aim was to give or focused on holistic development education. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു അപ്രോച്ചൊന്നും നമ്മുടെ ഒരു ഇതിലുണ്ടായിട്ടില്ല. മീൻസ് holistic, complete ആയി ഒരു development education, that's the aim. That is holistically all the aspects of the children of a child is included. And then to develop, the education should be able to develop a child in each and every respect. Okay, then of course we have mentioned in the last class CC, that is continuous comprehensive evaluation, that is also put forwarded, that is also included in this NCF 2005. അങ്ങനെ ആ ഒരു രീതിയിൽ ഇവാലുവേഷനിലേക്ക് എത്തണം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അത് സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് തന്നെ വേണം എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഇതിങ്ങനെ ഈ ഐഡിയ വന്ന് അങ്ങനെ അത് നമ്മൾ 2009 നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രീതിയിലാണ് അത് കൂടുതലായിട്ട് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്തിയത്. So continuous comprehensive evaluation was there, and then this should be they put forwarded these guidelines. Okay, these guidelines. Then we have language. So എങ്ങനെ ആയിരിക്കണം ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ we have already discussed about what is NCF, and then what are the general guidelines that was included in this particular curriculum framework. And then we have a language എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, because we are basically going to English language, so we should have an idea about this. That is a 3 language formula to be followed, as we know 3 language formula. And then medium of communication should be in the home land, that means mother tongue. And then the first language to be studied must be mother tongue or the regional language. It should be the first language എന്ന് പറയുമ്പോൾ അതായിരിക്കണം. The second language, that is we have different states. So in Hindi speaking states, the second language will be some other modern Indian language or English. Okay, അപ്പം എങ്ങനെയാണ് ഹിന്ദി പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്താക്കുക, ഏതെങ്കിലും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ആക്കുക. In non-Hindi speaking states like that of ours, the second language will be Hindi or English. Then the third language, in Hindi speaking states, the third language will be English or a modern Indian language, not studied as the second language. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് അല്ലാതെ ഏതെങ്കിലും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കാം. In non-Hindi speaking states, the language will be English or a modern Indian language, not studied as the second language. അങ്ങനെ അതായത് 3 ലാംഗ്വേജ് കുട്ടികളിലേക്ക് എത്തണം, 3 ലാംഗ്വേജ് ഫോർമുല. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹോം ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണമെന്ന്, മദർ ടങ്ങിൽ തന്നെ ആയിരിക്കണമെന്ന് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗൈഡ് ലൈൻസാണ്, ഇതെല്ലാം ഗൈഡ് ലൈൻസാണ്, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദേ ഹാവ് പുട്ട് ഫോർവേഡഡ് ദീസ് 3 ലാംഗ്വേജ് ഫോർമുല സിസ്റ്റം.
ഓക്കെ, ഇത് ആദ്യമായിട്ടല്ല, മുന്നേ കമ്മീഷൻസൊക്കെ വന്ന സമയത്ത് അവരൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ലാംഗ്വേജ് ഫോർമുല പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ വി ഹാവ് ദാറ്റ് ഈസ് NCF ഓൺ ടീച്ചിങ് ഇംഗ്ലീഷ്. സോ NCF എന്താണ്, ഇംഗ്ലീഷിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് an integrated holistic approach should be there when we teach English. That is an important thing. So the second language curriculum goals, that means that we have already mentioned when we discussed about the language, that is 3 language ഫോർമുലയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ സ്പീക്കിംഗ് സ്റ്റേറ്റ്സിലോ അതല്ലെങ്കിൽ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിലെ ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഉൾപ്പെടുത്താം. അതുപോലെ തിരിച്ചും മീൻസ് ഹിന്ദി സ്പീക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇംഗ്ലീഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു അപ്രോച്ച് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. മീൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അവർ പറയുന്നത്. That is, there should be an integrated holistic approach towards teaching English, and the major aims in teaching second language is to attain basic proficiency. നമുക്ക് ആ ലാംഗ്വേജ് ഒരു നാച്ചുറൽ ലാംഗ്വേജിൻ്റെ പ്രോസസ്സിൽ ഏകദേശം പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേസിക് പ്രൊഫഷൻസി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഗോൾ. ആൻഡ് ദ സെക്കൻഡ് ഗോൾ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ടു ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ അബ്സ്ട്രാക്ട് തോട്ട് ആൻഡ് നോളജ് അക്വിസിഷൻ ത്രൂ ലിറ്ററസി. മീൻസ് ടു തിങ്ക് in that language, to make this English language, to develop the language so that the students can use it an instrument as a tool for abstract thought and knowledge. കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ചിന്തിക്കാനും അങ്ങനെയുള്ള നോളജ് ബിൽഡ് ചെയ്യാനൊക്കെ അവർക്ക് ഈ ലിറ്ററസി വഴി പറ്റണം എന്നുള്ള രീതിയിൽ ഈ രണ്ട് എയിംസാണ് ഉണ്ടായിരുന്നത്. ലാംഗ്വേജ് യൂസ് ചെയ്യുക, പ്രൊഫഷൻസി മാത്രമല്ല അവർ കൺസിഡർ ചെയ്തത്. ആ ഒരു ലാംഗ്വേജിനെ we should develop this second language so that the students can use it to develop their thoughts. ആ ഒരു രീതിയിലേക്ക് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് അവർ സെക്കൻഡ് ലാംഗ്വേജ് കരിക്കുലം ഗോൾസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ലേണിംഗ് അക്രോസ് ദ കരിക്കുലം അപ്രോച്ച്, സോ ദാറ്റ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ജസ്റ്റ് എ സബ്ജക്റ്റ്. Okay, the language should be taught across the curriculum. That means that the students, the teachers are not going to define it as a separate subject. Whenever we teach science or social or any other subjects, what happens is that learning is spread over, it spans over across the curriculum. ഒരു ഭാഗത്ത് മാത്രം അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ലാംഗ്വേജ് പഠിക്കുക, അത് വിടുക, അങ്ങനെയല്ല. എല്ലാ ഭാഗത്തും ഒരു ഇൻറ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ they gave importance to transferable skills. That is, whatever they study, the students study, they should be able to use these skills, whatever skills they have achieved, learning, reading, writing, whatever skills they have achieved, that should be able to transfer. Means they should be able to use it everywhere, anywhere, at any point. ആ ഒരു രീതിയിലുള്ള സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യുക. അത് അവർക്ക് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുക. ക്ലാസ് റൂമിൻ്റെ പുറത്തും മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വാട്ട് ദേ ആർ എയിമിങ്. ഓക്കെ, നൗ ഇറ്റ് എയിംസ് മൾട്ടിലിംഗ്വലിസം. ദാറ്റ് ഈസ് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് മോർ ദാൻ 2 or 3 ലാംഗ്വേജസ്. അങ്ങനെ മൾട്ടിലിംഗ്വലിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് ദാറ്റ് ഇംഗ്ലീഷ് the students are given special coaching or special training in to become multilinguals. മീൻസ് അവരിപ്പോൾ ഹിന്ദി സ്പീക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ വേറെ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷും, അങ്ങനത്തെ രീതിയിൽ മൾട്ടിലിംഗ്വലിസത്തിലേക്ക് അവർ എത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു എയിമായിട്ട് തന്നെ, ഒരു ഗൈഡ് ലൈൻ ആയിട്ട് തന്നെ സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യാൻ പറ്റണം. അത് രീതിയിൽ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു സബ്ജക്റ്റ് അതിൽ കുറച്ച് വേർഡ്സും കുറച്ച് ഗ്രാമർ റൂൾസും അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഗോ ബിയോണ്ട് ദെയർ ക്ലാസ് റൂം, ഷുഡ് ബി ഏബിൾ ടു സ്പ്രെഡ് ഓവർ ഓൾ ദ സബ്ജക്ട്സ്, and they should be able to achieve the skills that they can use anywhere, everywhere, at any point of time. ആ ഒരു രീതിയിലാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് അവർ ടീച്ചിങ് ഇംഗ്ലീഷിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നൗ വി ഹാവ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് കരിക്കുലർ ഫ്രെയിംവർക്ക് മീൻസ്
something that defines the teaching methods, materials, then the learner students, the learner objectives that the students should achieve, all these things. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ അവർ ബേസിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത് based on the theories of Chomsky, Vygotsky and Piaget. Okay, that means that they are focusing on the latest theories of language. ആൻഡ് ദേ ഹാവ് ലെഫ്റ്റ് ബിഹേവിയറിസം. അതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്മൾ ചോംസ്കി ആണെങ്കിലും വൈഗോട്സ്കി ആണെങ്കിലും പിയാഷെ ആണെങ്കിലും ഒക്കെ അവരെന്താണ്, ദേ ആർ നോട്ട് ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റ്, എഡ്യൂക്കേഷണലിസ്റ്റ് തിയറിസ്റ്റ്. സോ നൗ ദേ ആർ ഫോക്കസിങ് മോർ ഓൺ ചോംസ്കി, വൈഗോട്സ്കി, പിയാഷെ എക്സെട്ര. ദാറ്റ് മീൻസ് ദറ്റ് ലാംഗ്വേജ് ലേണിംഗ് ഷുഡ് ബി ഇനേറ്റ് first thing. Then the language should take place in a social settings learning. Then Piaget means that the importance is given to the basic cognitive process that happens behind learning language. Now development of higher order skills, that is എങ്ങനെയാണ് നമ്മളിപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സാധാരണ നോർമലി we just basic skills are, that is basic skills means writing, reading, speak. We have listening, speaking, reading, writing, 4 skills, basic skills. അപ്പോൾ അത് നമ്മളൊരു ബേസിക് സ്കിൽസ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഹയർ ഓർഡർ സ്കിൽസ് ലൈക്ക് ലിറ്റററി അപ്രീസിയേഷൻ, റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ജെൻഡറിങ് എക്സെട്ര, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സ്കില്ലും കഴിവും ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഹയർ ഓർഡർ തിങ്കിങ്, ആ സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. നൗ we have another thing is that teaching through exposure in meaningful context, that is input rich communicational environmentals are important. That means that the students are immersed, or students are made to are filled or is surrounded with lots of input. Okay, input means that, as we have already seen this, that is creation's innate theory of language, that is meaningful input, comprehensible input, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചുകൊണ്ട് അതിലേക്ക് എങ്ങനെയാണ് ഒരു മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റ്, that is the language is not taught isolated, or it is not taught as just some few sets of rules or few sets of vocabulary. അങ്ങനെയല്ല, മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ റിച്ച് ആയിട്ട്, അതായത് ഇൻപുട്ട് റിച്ച് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ലാംഗ്വേജ് കുട്ടികൾ നാച്ചുറൽ ലാംഗ്വേജിനെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ദേ ആർ പിക്കിംഗ് അപ്പ്, ദേ ആർ അക്വയറിങ് ദ ലാംഗ്വേജ്. സോ when we teach English, according to NCF, they say that it is very important that the students should follow that particular order, that particular natural language acquisition order, so that the students can learn it like how they learn their mother tongue. ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഇങ്ങനെ ഇൻപുട്ട് റിച്ച് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻപുട്സ് നോക്കാം. ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബുക്സ്, then class library, variety of genres, media support like magazines, newspapers, radio, audio cassettes, etc. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മീൻസ് പല രീതിയിലുള്ള ഇൻപുട്സ് ഉണ്ട്. ഈ ഇൻപുട്സിലെല്ലാം കുട്ടികൾ കടന്നു പോകുമ്പോൾ അവരറിയാതെ ഓട്ടോമാറ്റിക്കായി ലാംഗ്വേജ് പിക്ക് ചെയ്ത് എടുക്കും, പഠിക്കും. ഇന്നേറ്റ് തിയറി ബേസ് ചെയ്തിട്ട് അവരതിനെ അവരുടെ സ്വായത്തമാക്കാൻ അവർക്ക് കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ലാംഗ്വേജ് ലേണിങ്ങിലേക്ക് വേണ്ടി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് NCF പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദേ ഡിഫൈൻ ദാറ്റ് ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം, സോ ദാറ്റ് ബോത്ത് ആർ സെയിം. They don't like to divide English as a subject and English as a medium. Both subject and medium is mixed up, and the students are automatically learning this particular thing, that is the language. അപ്പോൾ ആ ഒരു സെറ്റിങ്സിലേക്ക് കൊടുക്കുക വളരെ മനോഹരമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എത്രമാത്രം it depends, because the teachers, of course the teachers, that is they should be very competent, and then the inputs, we know that we have lots of problems related to our infrastructure, facilities and digital
support, etc., are very important if we want to merge, or if we want to create an input rich communicational environment. Else it is very very challenging for India, as we know that. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടികൾ ഓട്ടോമാറ്റിക് ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പഠിക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബട്ട് the thing is that there are issues, but this is the way how they put forwarded the teaching of English language. Okay, these are the guidelines that they gave. Now we can go to the next part.